മോഹൻലാലും മീനയൊക്കെ പ്രധാന താരങ്ങളായി അഭിനയിച്ച മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ വൻ ചലനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഏതായാലും മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയെക്കുറിച്ച് പറയാൻ നമ്മോടൊപ്പം അതിൻ്റെ തിരക്കഥാകൃത്ത് എം സിന്ധുരാജാണ് ചേരുന്നത്. സ്വാഗതം സിന്ധുരാജ് മോർണിംഗ് ഷോയിലേക്ക്. ഏറെ പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞ് അവസാനം തിയേറ്ററിലെത്തി സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ ബോക്സ് ഓഫീസിലൊക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് മുന്തിരിവള്ളി. എത്രത്തോളം സന്തോഷമുണ്ട്? അപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം കേരളമാകെ ഒരു മുന്തിരിക്കാലം പോലെ മുന്തിരിവള്ളികൾ തളിർത്ത് പൂത്തിരിക്കുകയാണ്. ഒരുപാട് കുടുംബ പ്രേക്ഷകർ തിയേറ്റർ നിറഞ്ഞു കവിയുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഒരു സിനിമ എഴുതുന്ന ആളെന്ന നിലയിൽ എഴുത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന ദിനങ്ങളാണ്. ഒപ്പം തന്നെ എൻ്റെ ഏറ്റവും മികച്ച തിരക്കഥയെന്ന് പറയുന്നു, സംഭാഷണങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നു. അങ്ങനെ ഏറ്റവും നല്ല സന്തോഷകരമായ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മീന മോഹൻലാൽ ജോഡി ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോഡികളിലൊന്നാണ്. അവരെ വീണ്ടും കാണാനാകുക, ആ ദൃശ്യത്തിന് ശേഷം പിന്നെയും ഒരു ചിത്രം കൂടി എത്തുന്നു, അതും ഒരു കുടുംബ ചിത്രം. വളരെ ജനങ്ങൾക്ക് ഒരുപാട്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ ഒരു രണ്ട് കൈ നീട്ടി ചിത്രത്തെ സ്വീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് താരജോഡികളുടെ ഒരു പ്രകടനത്തെക്കുറിച്ച്? വളരെ ഇപ്പം നമ്മൾ ലാലേട്ടനെ ഉലഹന്നാൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് തീരുമാനിക്കുന്നതിനോടൊപ്പം തന്നെ ആനിയമ്മ ആരാകും എന്ന കാര്യത്തിലും രണ്ടാമതൊരു ചർച്ചയില്ലായിരുന്നു. മീനയുടെ പേര് തന്നെയാണ് അന്ന് ഉയർന്നു വന്നത്. ആദ്യ കഥ കേട്ടപ്പോൾ തന്നെ മീന വളരെ സന്തോഷത്തോടുകൂടി ക്യാരക്ടർ ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അവർ രണ്ടുപേരും ഒരു പെയറായിട്ട് അതിനു മുമ്പ് വന്നിട്ടുള്ള സിനിമകൾ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തതാണ്. അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി, അതെല്ലാം ഉലഹന്നാൻ്റെയും ആനിയമ്മയുടെയും ഒരുമിച്ചുള്ള ഒരു വീട്ടിൽ ഒരു ഹസ്ബൻഡ് വൈഫായിട്ട് അഭിനയിക്കുമ്പോൾ ഒരുമിച്ചുള്ള അഭിനയത്തിന് അവരുടെ ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായി പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ല. ഉലഹന്നാൻ്റെയും ആനിയമ്മയുടെയും ഒരുമിച്ചുള്ള ഗംഭീര പ്രകടനമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ ഹൈലൈറ്റ്. ഈ സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത് വിജയ് ജെയിംസിൻ്റെ പ്രണയോപനിഷത്താണ്. അപ്പോൾ ആ കഥാതന്തു ഒരു ചെറുകഥയാണ്, അത് ഒരു തിരക്കഥയായി വലുതായിരിക്കുന്നു. എത്രത്തോളം കടമ്പകളിലൂടെയാണ് ഒരു ചെറുകഥ സിനിമയാക്കുമ്പോൾ അത് കടന്നുപോയത്? ചെറുകഥ സിനിമയാക്കുമ്പോഴത്തേക്ക് നേരിട്ട് നമ്മൾ ചെറുകഥ സിനിമയാക്കുമ്പോൾ ഒരുപാട് കടമ്പകളുണ്ട്. കാരണം അതൊരു വലിയ വെല്ലുവിളിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കഥ 2011 മാതൃഭൂമിയിൽ വന്നപ്പോഴത്തേക്ക് വായിച്ചപ്പോൾ അതിനകത്തൊരു ആശയമാണ് എന്നെ ആകർഷിച്ചത്. ആ കഥ വളരെ മനോഹരമായി മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള കഥയാണ്. പക്ഷേ ആ കഥയെ പൂർണ്ണമായിട്ടും പിന്തുടരുന്നതായിട്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ആശയത്തെ, ഇപ്പോൾ എല്ലാ കഥകളും ഞാൻ ആലോചിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഘടകത്തിൽ നിന്നായിരിക്കാം നമ്മൾ പൂർണ്ണമായിട്ടും ഒരു കഥ രൂപപ്പെടുത്തുന്നത്. അതുപോലെ ആനിയമ്മയോട് ഉലഹന്നാൻ ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടത്തിൽ തോന്നുന്ന വീണ്ടും ഭാര്യയെ ഒന്ന് പ്രണയിച്ചാലോ എന്നുള്ള ആ ഒരു ആശയം, ആ ആശയത്തിൽ നിന്നുകൊണ്ട് ഉലഹന്നാനെയും ആനിയമ്മയെയും പുതിയൊരു സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും പുതിയതായിട്ടുള്ള രീതിയിൽ അവരുടെ കഥാപാത്രങ്ങളുടെ സൃഷ്ടിയൊന്ന് മാറ്റിപ്പിടിക്കുകയും അവർക്ക് പുതിയ ചുറ്റുപാടുകൾ ഉണ്ടാവുകയും അവരുടെ മക്കളെ കഥാപാത്രങ്ങളെ കുറച്ചുകൂടെ സിനിമയിൽ ഇമ്പോർട്ടൻസ് ആക്കുക, പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ കഥ രൂപപ്പെടുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള എൻ്റെ ഒരു ശ്രമം വിജയിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ വിജയം നൽകുന്ന സന്തോഷം. എത്ര ന്യൂ ജനറേഷൻ സിനിമകൾ വന്നാലും മലയാളി പ്രേക്ഷകർക്ക് കുടുംബ പശ്ചാത്തലത്തിലുള്ള കഥകൾ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് മോഹൻലാലിൻ്റെ ഇത്തരം ചിത്രങ്ങൾ വിജയിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു തരത്തിൽ ഒരു വെല്ലുവിളി കൂടിയാണ്? പുതിയ യുവതലമുറ ന്യൂ ജനറേഷൻ സിനിമകളുടെ പുറകെ പോകുന്നു എന്നൊക്കെ പറയുന്നൊരു കാലത്ത് ഒരു കുടുംബ ചിത്രം എഴുതുക അല്ലെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. എങ്ങനെയായിരുന്നു ആ വെല്ലുവിളിയെ നേരിട്ടത്? ഒരേ സമയം തന്നെ ഇതൊരു ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ സിനിമയാണ്. കാരണം ഉലഹന്നാനും ആനിയമ്മയ്ക്കും ഒപ്പം തന്നെ അവരുടെ +2 പഠിക്കുന്ന മകളുടെ കഥ കൂടെ പറയുന്നുണ്ട്. അവളൊരു ന്യൂ ജനറേഷൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും, കാരണം ഉലഹന്നാനിൽ നിന്നും ആനിയമ്മയിൽ നിന്നും ഈ സിനിമ സഞ്ചരിക്കുന്നത് അവരുടെ മകളിലേക്കാണ്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇത് ന്യൂ ജനറേഷനും കാണേണ്ട സിനിമയാണ് എന്ന് പറയുകയും ഓരോരുത്തരും നമ്മളെ വിളിച്ചു പറയുന്നത്, പേരൻസ് പറയുന്നത് മക്കളെ കൂട്ടാതെ പോയ അവർ പറയുന്നത് തീർച്ചയായിട്ടും മക്കളെ കൂടെ കൊണ്ട് ഈ സിനിമയ്ക്ക് ഒരിക്കൽ കൂടെ പോകണം, അവർ ഈ സിനിമ കാണണം. ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നേരിട്ട് വീടുകളിൽ തങ്ങളുടെ മക്കളോട് ഒരു പേരൻസിന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ സിനിമ വളരെ കൃത്യമായി പറയുന്നുണ്ട്, അതവരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ തരുന്ന സന്തോഷം. അങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് ന്യൂ ജനറേഷനെയും ഈ കഥയിൽ ഉൾപ്പെടുത്താനും അതിൽ വിജയം കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. സാധാരണ ഒരു സംവിധായകൻ ഒരു കഥ കണ്ടെത്തുക, അത് ഡെവലപ്പ് ചെയ്യുക ഒക്കെയാണ്. പക്ഷേ ഇതിലൊരു സിന്ധുരാജ് ഒരു കഥ ഡെവലപ്പ് ചെയ്യുന്നു, അത് എന്നിട്ട് സംവിധായകനിലേക്ക് എത്തുന്നു എന്നൊക്കെയായിരുന്നു. എങ്ങനെയാണ് ജിബു ജേക്കബ് എന്ന സംവിധായകനിലേക്ക് എത്തുന്നത്? അതിൻ്റെ ഒരു രസകരമായ ത്രെഡ് എങ്ങനെയാണ്?
അത് ഏറ്റവും ആദ്യം ഈ കഥ മാതൃഭൂമിയിൽ വന്ന സമയം തൊട്ടേ അതിലൊരു സിനിമയുണ്ടെന്ന് അന്ന് തന്നെ ജെയിംസ് ചേട്ടനെ ഞാൻ വിളിച്ചു പറയും, എന്തെങ്കിലും അതൊരു സിനിമ ചെയ്യുമെന്ന് പറയും. പക്ഷേ നീണ്ട 5 വർഷക്കാലം ഇത് മനസ്സിലെവിടെയോ കിടന്നു. കാരണം എന്നാണോ ലാലേട്ടനെ വെച്ചിട്ട് ഈ സിനിമ ചെയ്യാൻ പറ്റുന്നത് അന്ന് മാത്രമാണ് ഈ സിനിമ ഉണ്ടാവുള്ളൂ, മറ്റൊരു നടനെ വെച്ചിട്ടും ഇത് ആലോചിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് വളരെ കൃത്യമായിരുന്നു. അത്രയും തീരുമാനം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് മനസ്സിലെവിടെയോ അത് മാറ്റിയിട്ടു. ഒരിക്കലും ഒരു ദിവസം സോഫിയ ചേച്ചി മോഹൻലാലും തമ്മിൽ ഒരു പ്രൊജക്റ്റ് അവർ കമ്മിറ്റ് ചെയ്യുകയും അവർ കഥ കേൾക്കാൻ എന്നെ വിളിക്കുകയും ഞാൻ പോയി സോഫിയ ചേച്ചിയോട് ഈ കഥ പറയുകയും ചെയ്തു. കേട്ട മാത്രമല്ല തന്നെ ചേച്ചിയും പോളേട്ടൻ, ഹസ്ബൻഡായിട്ടുള്ള പോളേട്ടൻ, അവർക്ക് എല്ലാവർക്കും ഈ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും നമ്മൾ ഈ സിനിമ ചെയ്യുന്നു, ലാലേട്ടനോട് നമ്മൾ ഈ കഥ പറയുന്നു എന്ന് പറഞ്ഞാൽ അവരൊരു ഭയങ്കര എനർജി കഥ കേട്ടപ്പോൾ തന്നെ അവർക്കുണ്ടായി. അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് പോയി ഞാൻ കഥ പറയുകയും ലാലേട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനുശേഷമാണ് ഇത് ആര് സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് ജിബു ജേക്കബ് ഈ സിനിമയിലേക്ക് കടന്നു വരുന്നത്. തീർച്ചയായും. എങ്ങനെയാണ് ഈ അനൂപ് മേനോൻ ഒക്കെ മോഹൻലാലൊക്കെ കോമ്പിനേഷനൊക്കെ വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേരും രണ്ട് രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളാണ്. അവരൊരു കോമ്പിനേഷൻ ഈ സിനിമയ്ക്ക് എത്രത്തോളം മുതൽക്കൂട്ടാണ്? ഈ സിനിമയിലെ ഹൈലൈറ്റ് സീൻസ് എന്ന് പറയുന്നത് അനൂപ് മേനോനും ലാലേട്ടനും തമ്മിലുള്ള സീൻസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അനൂപിൻ്റെ കരിയർ ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ ഇപ്പോൾ സന്തോഷിക്കുന്ന ആൾ അനൂപാണ്. അനൂപ് തുള്ളിച്ചാടുന്ന മനസ്സുമായിട്ട് നിൽക്കുന്ന ദിവസങ്ങളാണ്. കാരണം അത്രയും റെസ്പോൺസാണ് അനൂപിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അനൂപിൻ്റെ കഥാപാത്രങ്ങളെ ലാലേട്ടനോടൊപ്പം തന്നെ ജനങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം തിയേറ്ററുകളിൽ ഭയങ്കരമായിട്ടുള്ള പൊട്ടിച്ചിരികളാണ് ഉണ്ടാക്കുന്നത്. സിനിമ കണ്ട് ഇറങ്ങിപ്പോകുന്ന ആളുകൾക്കിടയിൽ മനസ്സിൽ ഉലഹന്നാനും ആനിയമ്മയ്ക്കും ഒപ്പം തന്നെ വേണുക്കുട്ടനും ഉണ്ട് എന്നുള്ളതാണ് സത്യം. തീർച്ചയായും. കുട്ടികൾക്കാണ് സിനിമയിൽ കുട്ടികളിലേക്കാണ് കഥ വികസിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ബാലതാരങ്ങളെ കുറിച്ച് രണ്ടുപേരും സനൂപും ഒപ്പം ഉള്ള കുട്ടിയും എങ്ങനെയാണ് അവരുടെ ഒരു പ്രകടനത്തെ അതെ, അവർ ശരിക്കും നമ്മൾ ഈ സിനിമയിൽ വളരെ നാച്ചുറലായിട്ട് ഇപ്പം സിനിമ കാണുന്നവരെല്ലാം അയിമ എന്ന് പറഞ്ഞിട്ടുള്ള അയിമ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കുട്ടിയുടെ പ്രകടനത്തെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് എല്ലാം മോഹൻലാൽ ലാലേട്ടനും ആ കുട്ടിയും തമ്മിലുള്ള സീക്വൻസുകളാണ്. വളരെ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ആ സിനിമയിൽ അത് കണ്ടു തീരുമ്പോഴത്തേക്ക് ആൾക്കാർ കണ്ണ് നിറഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് പറയുന്നത്. ഫോൺ കോളുകൾ വരുമ്പോഴത്തേക്ക് അവർ പറയുന്നു ശരിക്കും അറിയാതെ കണ്ണ് നനഞ്ഞു പോയി. അപ്പോൾ ആ കണ്ണ് നനയുന്നതിൻ്റെ പിന്നിൽ ഉള്ള സീക്വൻസുകൾ ഈ അയിമ സെബാസ്റ്റ്യൻ്റെയും ലാലേട്ടൻ്റെയും മികച്ച പ്രകടനം തന്നെയാണ്. ഒപ്പം തന്നെ മറ്റൊരു മകനായിട്ട് സനൂപ് അഭിനയിക്കുന്നുണ്ട്. സനൂപും വളരെ നല്ല പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മോഹൻലാലിൻ്റെ പ്രകടനത്തെക്കുറിച്ചാണ് എല്ലാവരും സിനിമ കണ്ടിറങ്ങുമ്പോൾ എടുത്തു പറയുന്നത്. കാരണം നമുക്കൊരു പഴയ മോഹൻലാലിൻ്റെ ഒരു മിഡിൽ ക്ലാസ് റേഞ്ചിലുള്ള ഒരു മോഹൻലാലിൻ്റെ ഒരു അഭിനയം അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഘടകമാണ്. നമ്മൾ കാണുന്നതാണല്ലേ TP ബാലഗോപാൽ തുടങ്ങിയുള്ള സിനിമകളിലൂടെയൊക്കെ നമുക്ക് മോഹൻലാലിൻ്റെ ചെറിയ ഒരു മിഡിൽ ക്ലാസ് ഒരു മാനേജ്മെൻറ്റ് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുതന്നെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുമ്പോൾ മോഹൻലാൽ എന്ന ഒരു നടനെ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടത്? ശരിക്കും അത്തരം ഒരു വെല്ലുവിളി എഴുത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. കാരണം ഒരു 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സിനിമയിൽ ലാലേട്ടനെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക, അപ്പോൾ എങ്ങനെയൊക്കെ രസകരമാക്കാം. കാരണം എപ്പോഴും നമ്മൾ ലാലേട്ടൻ്റെ ഒരുപക്ഷെ ഞാൻ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ മലയാളികൾ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഓർത്തോർത്ത് ചിരിക്കാനായിട്ട് ലാലേട്ടൻ്റെ കഥാപാത്രങ്ങൾ നമ്മളെ പ്രേരിപ്പിച്ചുള്ള കഥാപാത്രങ്ങൾ ഇതെല്ലാം എഴുതിയിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അത്തരം ഒരു വെല്ലുവിളി ബോധപൂർവമായിട്ടോ തന്നെ എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഈ സീക്വൻസുകളിൽ പല സീക്വൻസുകളിലൂടെ കടന്നു പോകുമ്പോൾ ലാലേട്ടൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളും നമ്മൾ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന രസകരമായിട്ടുള്ള സിറ്റുവേഷനും ഉണ്ടാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ എഴുതിയ തിരക്കഥയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് സിനിമയ്ക്ക് തന്നെ അത് ഞാൻ പേരിട്ടത് ഉള്ളിലുള്ള ഉലഹന്നാൻ എന്നാണ്. ഒരിക്കൽ ആലോചിച്ചൊരു ടൈറ്റിൽ. അപ്പോൾ ഉള്ളിലുള്ള ഉലഹന്നാൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളോടുകൂടി അല്ലെങ്കിൽ പുറത്ത് ആദ്യമേ ഗൗരവ പ്രകൃതിക്കാരനായിട്ട് കാണുമ്പോഴും ഉള്ളിലെവിടെയോ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരുത്തരിട്ടൊരു അടി കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള പല ഭാവങ്ങളോടുകൂടിയ ഒരു ഉലഹന്നാൻ ഉള്ളിലെവിടെയോ ഉറങ്ങിക്കിടപ്പുണ്ട്. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഉലഹന്നാൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ ഈ സ്ക്രീൻ പ്ലേയിൽ ഉടനീളം ചേർക്കുവാനായിട്ട് കൊരുത്തെടുക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉലഹന്നാൻ്റെ പ്രകടനത്തെ ലാലേട്ടൻ്റെ പ്രകടനത്തെ മലയാളികൾ ഏറ്റവും 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ലാലേട്ടൻ്റെ പഴയ സിനിമകളെ ഓർമ്മപ്പെടുത്തുന്നു. ലാലേട്ടൻ്റെ മികച്ച പ്രകടനമെന്ന് അവർ എഴുതുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വളരെയധികം സന്തോഷം. പിന്നെ ദാമ്പത്യത്തിൻ്റെ വിരസതയെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗങ്ങളാണ് അല്ലേ അതിൽ കാണുന്നത് സിനിമയിൽ മുഴുവൻ. എങ്ങനെ വീണ്ടും പ്രണയം കൊണ്ടുവരാം, ദാമ്പത്യത്തിൻ്റെ വിരസതകൾക്കിടയിൽ എങ്ങനെ
പ്രണയം കൊണ്ടുവരാം എന്നൊക്കെയാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ മലയാളികളൊക്കെ ഈ സിനിമ ഇറങ്ങുമ്പോൾ പറയുമോ ഇത് എന്താ പറയുക, സിനിമയുടെ ഒരു ടാഗ് ലൈൻ തന്നെ ഭാര്യയാണ് എൻ്റെ ജീവിതം എന്നാണ്. അത് മലയാളികൾ എല്ലാവരും ഏറ്റു പറയുമോ? എന്താണ് താങ്കൾക്ക് മലയാളികൾക്ക് ഇതിലൂടെ കൊടുക്കുന്ന ഒരു പാഠം? നമ്മൾക്കത് കിട്ടിക്കൊണ്ട് മൈ ലൈഫ് ഈസ് മൈ വൈഫ് എന്ന് പറയുന്നത് തന്നെയാണ് ടാഗ് ലൈൻ. ഈ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന കുടുംബ പ്രേക്ഷകരുടെ വെളിയിൽ അവരും നമുക്ക് തരുന്ന ഒരു സംഭവം, ഈ സിനിമ കണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് സിനിമ കാണാൻ പോയ ആളല്ല തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഉലഹന്നാന് സംഭവിച്ചതുപോലെ ജീവിതം ജീവിച്ച് ഡ്രൈ ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡ്രൈയിൽ നിന്നും ലൈഫ് മാറ്റിയെടുക്കണമെങ്കിൽ പ്രണയത്തിലേക്ക് തിരിച്ചു പോകണമെന്ന തോന്നലുകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഈ സിനിമ കാണുന്ന പ്രേക്ഷകനിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയത്തിൻ്റെ രഹസ്യവും. തീർച്ചയായും. ഏതായാലും എല്ലാ മലയാളികളും മലയാളികളുടെ ഏറ്റവും ഒരു പ്രശ്നം കല്യാണം കഴിഞ്ഞാൽ അത് എങ്ങനെ അതിന്റെ വിരസത മാറ്റിയെടുക്കാം എന്നൊക്കെയുള്ള പല ചർച്ചകളിലാണ്. ശേഷം പ്രണയം നഷ്ടമായി പോകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും സിനിമ നല്ലൊരു സന്ദേശം നൽകട്ടെ. എല്ലാ മുന്തിരിവള്ളികൾ പൂത്ത് തളിർക്കട്ടെ ഇനിയും. ഏതായാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഒപ്പം താങ്കൾക്കും വളരെ നന്ദി മോർണിംഗ് ഷോയിൽ അതിഥിയായി. താങ്ക് യു. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക, മനസ്സ് നിറയെ പ്രണയവുമായി തിരിച്ചു പോവുക. തീർച്ചയായും.